ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ജിയോഗ്രഫി ചാപ്റ്റർ 2 ആണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഭൂപ്രകൃതി. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ പോയിന്റുകളും പഠിക്കാം. ആദ്യത്തെ പോയിന്റ്, ഭൂമിയുടെ പ്രായം 460 കോടി വർഷമാണ്. ഭൂമിയുടെ ഏകദേശ പ്രായം എന്ന് പറയുന്നത് 460 കോടി വർഷമാണ്. അടുത്തത്, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഫലകം ഭൂമധ്യരേഖക്ക് തെക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫലകങ്ങളെ കുറിച്ചെല്ലാം 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഫലകവും ഓസ്ട്രേലിയൻ ഫലകവും ഒന്നായിരുന്നു. അതായത് ഇത് രണ്ടും ഭൂമധ്യരേഖക്ക് തെക്ക് ഭാഗത്തായിരുന്നു. പിന്നീട് ഇത് രണ്ടായിട്ട് പൊട്ടിപ്പിളരുകയും ഓസ്ട്രേലിയൻ ഫലകം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് താഴേക്ക്, അതായത് തെക്ക് കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുകയും ഇന്ത്യൻ ഫലകം എന്ന് പറയുന്നത് ഭൂമധ്യരേഖക്ക് വടക്ക് ഭാഗത്തേക്ക് മുകളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഇന്ത്യൻ ഫലകം വടക്ക് ദിശയിലേക്ക് ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സഞ്ചാരമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൗതിക പരിസ്ഥിതിയിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യം മാത്രമല്ല, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടും. അപ്പോൾ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൗതികമായ എല്ലാ പരിസ്ഥിതിയുടെയും പരിണിത ഫലങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന രീതിയിലാകാനുള്ള കാരണം ഈ ഇന്ത്യൻ ഫലകത്തിൻ്റെ വടക്ക് ദിശയിലേക്കുള്ള സഞ്ചാരമാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഭൂപ്രകൃതിയിലേക്ക് കടക്കുകയാണ്. ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 3 ഭൗമ വിഭാഗങ്ങളായിട്ട് തിരിക്കാം. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത് ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയയുടെയും അടിസ്ഥാനത്തിൽ. അതിൽ ആദ്യത്തേതാണ് ഉപദ്വീപീയ ഖണ്ഡം എന്ന് പറയുന്നത്. നമ്മൾ ഉപദ്വീപ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. 3 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ടതിനെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ താഴ്ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും കിഴക്ക് ബംഗാൾ ഉൾക്കടലും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. അത്രയും ഭാഗം, അതായത് ഗുജറാത്തിൻ്റെ തീരം മുതൽ പശ്ചിമ ബംഗാൾ കൊൽക്കത്ത തീരം വരെ ഉപദ്വീപിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്തെയാണ് നമ്മൾ ഉപദ്വീപീയ ഖണ്ഡം എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. ആരവല്ലി പർവ്വതത്തിൻ്റെ വടക്കേ അറ്റത്ത് കച്ച് എന്നാൽ ഗുജറാത്തിലാണ്, അവിടെ മുതൽ ആരംഭിക്കുന്ന ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ വടക്കൻ അതിര് യമുന ഗംഗാ നദികൾക്ക് സമാന്തരമായി രാജ്മഹൽ കുന്നുകൾ വരെയും ഗംഗാ ഡെൽറ്റ വരെയും ക്രമരഹിതമായി കാണപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ അതിരാണ് ഈ പറയുന്നത്. ദെൻ പടിഞ്ഞാറ് രാജസ്ഥാനും വടക്ക് കിഴക്ക് മേഘാലയ പീഠഭൂമിയും കർബി ആംഗ്ലോങ് പീഠഭൂമിയും ഈ ഭൂഭാഗത്തിൻ്റെ തുടർച്ചയാണ്. വടക്ക് കിഴക്കൻ ഭാഗത്തെ പശ്ചിമ ബംഗാളിലെ മാൾട്ട ഭ്രംശതടം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും ഇവയെ വേർതിരിക്കുന്നു. രാജസ്ഥാൻ അതിർത്തിയിലെ മരുഭൂമിയും മരുസമാന പ്രദേശങ്ങളും ഈ ഭാഗവുമായി കൂടിച്ചേർന്ന് കാണപ്പെടുന്നു. അപ്പോൾ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ മുകളിൽ ആരവല്ലി, ദെൻ ഗുജറാത്തിലെ കച്ച്, ദെൻ യമുന ഗംഗാ നദിക്ക് സമാന്തരമായി ബീഹാർ ജാർഖണ്ഡിൽ കാണപ്പെടുന്ന രാജ്മഹൽ കുന്നുകൾ വരെ അതിരായി നിൽക്കുന്നു. അതായത് ഇന്ത്യയുടെ ആ വടക്ക് ഭാഗത്തുള്ള ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ അതിരാണ് പറയുന്നത്. ഇനി പടിഞ്ഞാറ് രാജസ്ഥാൻ, അതായത് ആ മരുഭൂമിയുടെ ഭാഗം, വടക്ക് കിഴക്ക് മേഘാലയയിലുള്ള പീഠഭൂമികൾ, അതായത് ഖാസി, ഖാരോ, ജയന്തിയ കുന്നുകളൊക്കെ പീഠഭൂമികളാണ്. അപ്പോൾ ആ പീഠഭൂമിയും ദെൻ ആ ഭാഗത്ത് തന്നെ മറ്റൊരു പീഠഭൂമിയുണ്ട്, കർബി ആംഗ്ലോങ് പീഠഭൂമി. ഇതും വടക്ക് കിഴക്ക് ഈ ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ തന്നെ തുടർച്ചയാണ്. ഇനി നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുണ്ട്, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ. അപ്പോൾ ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും നമ്മുടെ ഉപദ്വീപീയ ഖണ്ഡത്തെ വേർതിരിക്കുന്നത് മാൾട്ട ഭ്രംശതടമാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ഭൂഭാഗത്തെ മറ്റു പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ഗ്രാനൈറ്റും നൈസും ചേർന്നാണ് ഈ ഭാഗം രൂപപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ ശിലകളുടെ പ്രത്യേകതയാണ് പറഞ്ഞത്. ഗ്രാനൈറ്റും നൈസും ചേർന്ന് ഈ ഭാഗം രൂപപ്പെട്ടിരിക്കുന്നു. ഇന്തോ ഓസ്ട്രേലിയൻ ഫലകത്തിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായ ലംബതല ചലനങ്ങളും ശിലാഖണ്ഡ ഭ്രംശനവും ധാരാളം ഖണ്ഡപർവ്വതങ്ങൾ, ഭ്രംശ താഴ്വരകൾ ഇവിടെ രൂപപ്പെടാൻ കാരണമായി. അപ്പോൾ നിങ്ങൾ ഇത്രയെങ്കിലും ഓർത്തിരിക്കുക. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഇന്തോ ഓസ്ട്രേലിയൻ ഫലകത്തിന്റെ ചലനത്തെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഈ ഉപദ്വീപീയ ഖണ്ഡത്തിൽ ധാരാളം ഖണ്ഡപർവ്വതങ്ങൾ, ബ്ലോക്ക്ഡ് മൗണ്ടെയിൻസും ദെൻ ഭ്രംശ താഴ്വരകളും കാണാൻ രൂപപ്പെടാൻ കാരണമായി. സത്പുര ഖണ്ഡപർവ്വതവും മഹാനദി, നർമ്മദാ നദികളുടെ ഭ്രംശ താഴ്വരയും ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ സത്പുര എന്ന് പറയുന്നത് ഒരു ഖണ്ഡപർവ്വതത്തിന് ഉദാഹരണമാണ്. ദെൻ മഹാനദിയും നർമ്മദാ നദിയുടെയും ഭ്രംശ താഴ്വരയും ഇതിന് ഉദാഹരണമാണ്. ദെൻ ആരവല്ലി, നല്ലമല, ജാവടി, വേളികൊണ്ട, പാൽക്കൊണ്ട, മഹേന്ദ്രഗിരി തുടങ്ങിയ അവശിഷ്ട പർവ്വതങ്ങളും ഇവിടെ കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ഉപദ്വീപീയ ഖണ്ഡം, അതിലെ ഖണ്ഡപർവ്വതങ്ങൾ, ഭ്രംശ താഴ്വരകൾ കാണപ്പെടുന്നു. ആ ഖണ്ഡപർവ്വതത്തിന് ഉദാഹരണമാണ് സത്പുര. ദെൻ ഭ്രംശ താഴ്വരയിലൂടെയാണ് മഹാനദിയും നർമ്മദയെല്ലാം ഒഴുകുന്നത്. ദെൻ അവിടുത്തെ ശിലകൾ രൂപം കൊണ്ടിരിക്കുന്നത് ഗ്രാനൈറ്റും നൈസും ചേർന്നാണ്. ഇനി ഈ ഭാഗത്ത് ധാരാളം അവശിഷ്ട പർവ്വതങ്ങൾ കാണപ്പെടുന്നുണ്ട്. ആ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി, നല്ലമല, ജാവടി, വേളികൊണ്ട, പാൽക്കൊണ്ട, മഹേന്ദ്രഗിരി എന്നിവ. ഇനി ഈ പ്രദേശത്തെ നദീ താഴ്വരകൾ ആഴം കുറഞ്ഞവയും നേരിയ ചരിവോടും കൂടിയവയാണ്. അപ്പോൾ ഇവിടെയുള്ള നദീ താഴ്വരകൾക്ക് ആഴം കുറവാണ്, ചരിവ് നേരിയതാണ്. ഉപദ്വീപിലേക്ക് കിഴക്കോട്ടൊഴുകുന്ന നദികൾ അധികവും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നതിന് മുൻപായി ഡെൽറ്റകൾ നിർമ്മിക്കുന്നു. നമ്മൾ ഉപദ്വീപീയ നദികളെ കുറിച്ച് ഇനി പഠിക്കും. അപ്പോൾ ഈ ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവ ബംഗാൾ ഉൾക്കടലിലാണ് ചേരുന്നത്. എന്നാൽ ഈ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നതിന് മുൻപ് അവ ഡെൽറ്റകൾ നിർമ്മിക്കുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ഉപദ്വീപീയ ഖണ്ഡവുമായി പറഞ്ഞത് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തേതാണ് ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും. ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ്. നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി ഇവയുടെ പ്രത്യേകതകൾ നോക്കാം. ഉപദ്വീപീയ ഖണ്ഡം ദൃഢവും സ്ഥിരവുമാണെങ്കിൽ അവയിൽ നിന്നും വ്യത്യസ്തമായി ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും അവയുടെ ഭൗമഘടനയിൽ താരതമ്യേന പ്രായം കുറഞ്ഞതും കാഠിന്യം കുറഞ്ഞതും മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ക്ലാസിഫിക്കേഷനായ ഉപദ്വീപീയ ഖണ്ഡം എന്ന് പറയുന്നത് സ്ഥിരം, സ്ട്രോങ് ആണ്, വളരെ ദൃഢമാണ്, ദെൻ മാറ്റങ്ങൾ അധികം ഉണ്ടാകുന്നില്ല. എന്നാൽ അവയിൽ നിന്നും മാറ്റമുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. അതായത് ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും പ്രായം കുറവാണ്, കാഠിന്യം കുറവാണ്, അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. ഇങ്ങനെ കാഠിന്യം കുറവായതുകൊണ്ട് തന്നെ ഭ്രംശം, വലനം, സമ്മർദ്ദതലം എന്നിവയുടെ രൂപീകരണത്തിന് ഇവ കാരണമാകുന്നു. ഭ്രംശ താഴ്വരകളും വലനം പോലുള്ള രൂപങ്ങളും സമ്മർദ്ദതലവും ഇവിടെ രൂപം കൊള്ളുന്നു. ഇവിടുത്തെ പർവ്വത പ്രദേശങ്ങൾ ടെക്ടോണിക് ജന്യങ്ങളാണ്. ഇവിടുത്തെ പർവ്വത പ്രദേശങ്ങൾ ടെക്ടോണിക് ജന്യങ്ങളാണ്. വളരെ ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികൾ ഇവിടെ പർവ്വതങ്ങളെ മുറിച്ചു കൊണ്ടൊഴുകുന്നു. അപ്പോൾ ഈ ഭാഗത്തുള്ള നദികൾക്ക് വളരെയധികം വേഗത കൂടുതലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻപ്, ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ നദി എന്നുള്ളത്. അപ്പോൾ ഈ ഭാഗത്തുള്ള നദികൾക്ക് വേഗത കൂടുതലായിരിക്കും. ഗിരികന്ധരങ്ങൾ, വീരൂപ താഴ്വരകൾ, ചെറുവെള്ളച്ചാട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ ഈ ഘട്ടത്തിൻ്റെ സൂചകങ്ങളാണ്. അപ്പോൾ നമ്മൾ ഉപദ്വീപീയ ഖണ്ഡം പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അവിടെ അവശിഷ്ട പർവ്വതങ്ങളും മടക്ക് പർവ്വതങ്ങളും അതുപോലെ ഖണ്ഡപർവ്വതങ്ങളും കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഗിരികന്ധരങ്ങൾ, വീരൂപ താഴ്വരകൾ, ചെറുവെള്ളച്ചാട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നീ ഭൂരൂപങ്ങളാണ് കാണപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. സമതലം മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇതൊരു ഭൂ അഭിനദി പ്രദേശമാണ്. അതായത് ഇതൊരു
ഗർത്തം പോലെയായിരുന്നു. പിന്നീട് അതിൽ എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ട് ലെവലായ ഒരു പ്രദേശമാണ്. അതാണ് ഭൂ അഭിനദി പ്രദേശം എന്ന് പറയുന്നത്. 64 ദശലക്ഷങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയ രൂപീകരണത്തിൻ്റെ 3ാമത്തെ ഘട്ടത്തിലാണ് ഇത് വികാസം പ്രാപിച്ചത്. അവസാദ നിക്ഷേപം മൂലമുണ്ടായ ഈ സമതലം കണ്ടോ, നമ്മുടെ ഈ പർവ്വതങ്ങളിൽ നിന്നെല്ലാം നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചാണ് ഇത് സമതലമാക്കി മാറ്റപ്പെട്ടത്. ഈ സമതലത്തിൻ്റെ കനം എന്ന് പറയുന്നത് 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. അതായത് 2 കിലോമീറ്റർ വരെ കട്ടി ഈ സമതലത്തിനുണ്ടെന്ന് ഓർത്തിരിക്കുക. അവസാദ നിക്ഷേപങ്ങൾ മൂലമാണ് ഈ സമതലം രൂപം കൊണ്ടത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 6 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിക്കാം. ഏതൊക്കെയാണത്? വടക്കൻ കിഴക്കൻ പർവ്വതങ്ങൾ, അതായത് വടക്ക് ഭാഗത്തുള്ള പർവ്വതങ്ങളും ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള പർവ്വതങ്ങളും. ദെൻ വടക്കൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. ഇതാണ് ഈ 6 ക്ലാസിഫിക്കേഷൻ. ഇതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, ശ്രദ്ധിച്ചിരിക്കണം. ഹിമാലയ പർവ്വതവും വടക്ക് കിഴക്കൻ കുന്നുകളും ഇതിൽ ഉൾപ്പെടുന്നു. സമാന്തരമായ പർവ്വതങ്ങളുടെ നിരയാണ്. സമാന്തരമായ പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ ജിയോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയ എന്തൊക്കെയാണെന്ന്. ട്രാൻസ് ഹിമാലയയിലാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ വരുന്നത്. ഹിമാലയൻ പർവ്വതനിരയിലാണ് ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക് എന്നിവ വരുന്നത്. ഇതെല്ലാം സമാന്തരമായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമാന്തരമായ പർവ്വതങ്ങളുടെ നിര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ 10ാം ക്ലാസ്സിൽ ഹിമാലയവുമായി, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതിലും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ ദിശ വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്കാണ്. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് നിന്നും ആരംഭിച്ച് തെക്ക് കിഴക്ക് ദിശയിലേക്കാണ് പോകുന്നത്. ഈ തെക്ക് കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും ഇവയുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം, വീതി കുറഞ്ഞു വരുന്നതായി കാണാം. ഇനി ഡാർജിലിംഗ്, സിക്കിം പ്രദേശങ്ങളിൽ ഹിമാലയം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും ഈ തെക്ക് കിഴക്ക് ദിശയിലല്ല കാണപ്പെടുന്നത്. ഇനി ഡാർജിലിംഗ്, സിക്കിം പോലുള്ള പ്രദേശങ്ങളിൽ ഹിമാലയം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത സംസ്ഥാനമായ അരുണാചൽ എത്തുമ്പോൾ തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ദിശയിൽ കാണപ്പെടുന്നു. നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിലാകുമ്പോൾ അത് തെക്ക് വടക്കായി കാണപ്പെടുന്നു. അതായത് ഈ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഹിമാലയത്തിൻ്റെ തുടർച്ച ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ ദിശയും മാറുന്നുണ്ട്. അതാണ് ഈ ദിശാമാറ്റത്തിന് അല്ലെങ്കിൽ കാരണമായിട്ടുള്ളത്. കാരണം നദികളെല്ലാം ആ ഭാഗത്തു കൂടെ ഒഴുകുന്നുണ്ട്, ഹിമാലയത്തെ മുറിച്ചാണ് ഒഴുകുന്നത്. അപ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന പർവ്വത പ്രദേശങ്ങൾക്ക് ദിശയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതാണ് നമ്മൾ അവസാനം പറഞ്ഞ 3 പോയിന്റുകൾ. ഇനി ഏകദേശം 2500 കിലോമീറ്റർ നീളവും വടക്ക് നിന്ന് തെക്കോട്ട് 160 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയും ഇവയ്ക്കുണ്ട്. അപ്പോൾ 2500 കിലോമീറ്റർ ആണ് ഏകദേശം ഹിമാലയത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. ദെൻ 400 മുതൽ ഈ ഭാഗത്തേക്ക് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് വരുന്തോറും 150, 160 കിലോമീറ്റർ വരെ വീതിയായി കുറയുന്നുണ്ട്. ഭൂപ്രകൃതി, പർവ്വതനിരകളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ താഴെ പറയുന്ന ഉപവിഭാഗങ്ങളായി തിരിക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹിമാലയത്തെ വീണ്ടും താഴെ പറയുന്ന ഉപവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ദെൻ ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ്, സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ NCERTയുടെ ചെറിയ പാഠഭാഗം, എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, ഹിമാലയത്തിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് നദികളുമായി ബന്ധപ്പെട്ട്. ആദ്യത്തേത് പഞ്ചാബ് ഹിമാലയ,
പിന്നീട് കുമയൂൺ ഹിമാലയ, പിന്നീട് നേപ്പാൾ ഹിമാലയ, പിന്നീട് ആസാം ഹിമാലയ. ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ. അപ്പൊ സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള ഭാഗമാണ് പഞ്ചാബ് ഹിമാലയ എന്നറിയപ്പെടുന്നത്. സത്ലജ് മുതൽ കാളി വരെയാണ് കുമയൂൺ ഹിമാലയ. കാളി നദി മുതൽ തീസ്റ്റ നദി വരെയാണ് നേപ്പാൾ ഹിമാലയ. തീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് ആസാം ഹിമാലയ. ഈ ക്ലാസിഫിക്കേഷനും മൈൻഡിൽ വേണം. അതായത് നദീതടങ്ങളുമായി ബന്ധപ്പെട്ട് ഹിമാലയത്തിന്റെ ക്ലാസിഫിക്കേഷനാണ്. ഇവിടെ പറഞ്ഞതോ ഭൂപ്രകൃതി, പർവ്വതനിരകളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ 5 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ പർവ്വതനിരകൾ ഇവിടെയാണ് കാണപ്പെടുന്നത്. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ പർവ്വതനിരകൾ. ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണെന്നും ഓർത്തിരിക്കുക. ടെക്സ്റ്റിൽ പറയുന്ന പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ലോകപ്രശസ്തമായ കാശ്മീർ താഴ്വരയും ദാൽ തടാകവും ഗ്രേറ്റ് ഹിമാലയത്തിനും പീർ പഞ്ചൽ പർവ്വതനിരയ്ക്കും ഇടയിലായി കാണപ്പെടുന്നു. അപ്പോൾ കാശ്മീർ താഴ്വര, ദാൽ തടാകം. ഇവിടെ ഗ്രേറ്റർ ഹിമാലയം എന്ന് പറയുന്നത് നമ്മുടെ ഹിമാദ്രി ആണെന്നും ഓർമ്മ വേണം കേട്ടോ. ഗ്രേറ്റർ ഹിമാലയ, ലെസ്സർ ഹിമാലയ അതാണ് ഹിമാചൽ, ഔട്ടർ ഹിമാലയ അതാണ് ശിവാലിക്. ഈ ലെസ്സർ ഹിമാലയ അതായത് ഹിമാചലിനെ മിഡിൽ ഹിമാലയ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ആ വേർഡുകൾ വരുമ്പോൾ നിങ്ങൾ ഇത് വേറെ വേറെയാണെന്ന് വിചാരിക്കരുത്. ഓക്കെ. ദെൻ ഹിമാനികളായ സിയാച്ചിനും ബോൽ താരോയും ഈ പ്രദേശത്താണ്. സിയാച്ചിൻ നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റൊരു ഹിമാനിയാണ് ബോൽ താരോ, അതും ഈ പ്രദേശത്താണ്. കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ കരേവ മണ്ണിനം ധാരാളമായി കാണപ്പെടുന്നു. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. കരേവ മണ്ണിനം ഏത് കൃഷിക്കാണ് അനുയോജ്യം? കുങ്കുമപ്പൂവ് കൃഷിക്ക്. അത് ഈ കാശ്മീർ ഹിമാലയത്തിൽ ധാരാളമായി കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് കരേവ? ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പം, ഈ മൊറൈൻ എന്നുള്ള വേർഡും നമ്മൾ 9ാം ക്ലാസ്സിൽ ജിയോഗ്രഫിയിൽ പഠിക്കുന്നതാണ്. ഈ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളുമായി ചേർന്ന് രൂപപ്പെടുന്ന നിക്ഷേപമാണ് കരേവ എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാനി നിക്ഷേപണ ഭൂരൂപമാണ് മൊറൈൻ. ഈ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി അവിടെയുള്ള കളിമണ്ണും മറ്റു വസ്തുക്കളുമായി ചേർന്ന് കരേവ രൂപം കൊള്ളുന്നു. ഇനി ഈ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ചുരങ്ങളാണ് പറയുന്നത്. സോജില പാസ്, ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്ന സോജില പാസ് ഏതിലാണുള്ളത്? കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ്. പീർ പഞ്ചൽ അല്ലെങ്കിൽ ബാനിഹാൾ ചുരം ജമ്മു ശ്രീനഗറിനെ കണക്ട് ചെയ്യുന്നു. ഗർതുംഗ്ല ചുരം ലേയെ സിയാച്ചിനുമായി കണക്ട് ചെയ്യുന്നു. ദെൻ സസ്കർ പർവ്വത നിരയിലെ ഫോർട്ടുല ചുരം. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ഈ കാശ്മീർ ഹിമാലയത്തിലുള്ളത്. സോജില പാസ് ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധപ്പെടുത്തുന്നു. പീർ പഞ്ചൽ ബാനിഹാൾ ചുരം ജമ്മുവിനെ ശ്രീനഗറുമായി ബന്ധപ്പെടുത്തുന്നു. ഖർതുംഗ്ല ചുരം ലേയെ സിയാച്ചിനുമായി ബന്ധപ്പെടുത്തുന്നു. സസ്കർ പർവ്വത നിരയിലെ ഫോർട്ടുല ചുരം. ഇനി ദാൽ, വൂളാർ എന്നീ ശുദ്ധജല തടാകങ്ങളും പാങ്ക്യോങ്, സോമോരിരി തുടങ്ങിയ ലവണജല തടാകങ്ങളും ഇവിടെ കാണപ്പെടുന്നു. പാങ്ക്യോങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയും ചൈനയുമായി അതിർത്തി പ്രശ്നം നിലനിൽക്കുന്ന ഭാഗത്തുള്ള ഒരു തടാകമാണ്. ഇതും സോമോമിരി അല്ലെങ്കിൽ സോമോരിരി എന്ന് പറയുന്നതും ലവണജല തടാകം, ഉപ്പുജലമാണുള്ളത്. ദെൻ ദാൽ, വൂളാർ എന്നിവ ശുദ്ധജല തടാകങ്ങളാണ്. സിന്ധുവും പോഷക നദികളായ ചിനാബ്, ഝലം എന്നിവയും കാശ്മീർ ഹിമാലയത്തിലാണ്. അപ്പോൾ സിന്ധുവിൻ്റെ പോഷക നദികൾ നമ്മൾ പ്രധാനമായിട്ടും 5 പഠിക്കും. അതിൽ ചിനാബും ഝലവും ഒഴുകുന്നത് കാശ്മീർ ഹിമാലയത്തിലൂടെയാണെന്ന് ഓർത്തിരിക്കുക. പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ വൈഷ്ണോ ദേവി, അമർനാഥ് ഗുഹ, ചെരാർ ഇ ഷെരീഫ് എന്നിവയും ഈ പ്രദേശത്താണ്. ഇതെല്ലാം നമ്മുടെ ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതും ഓർത്തിരിക്കുക. വൈഷ്ണോ ദേവി, അമർനാഥ് ഗുഹ, ചെരാർ ഇ ഷെരീഫ് എന്നിവ.
ശ്രീനഗർ ചലം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശ്രീനഗർ എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിയുടെ പോഷക നദിയായ ചലം നദിയുടെ തീരത്താണ്. ഈ നദി കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്നു. ദാൽ തടാകം ചലം നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 3 പോയിന്റാണ്. ശ്രീനഗർ എന്ന് പറയുന്നത് ചലം നദിയുടെ തീരത്താണ്. ഈ നദി ഒഴുകുന്നത് കാശ്മീർ താഴ്വരയിലൂടെയാണ്. ദാൽ തടാകം ചലം നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഇവയുടെ ഏറ്റവും തെക്കുഭാഗത്ത്, അതായത് ശിവാലിക്, അതായത് ഔട്ടർ ഹിമാലയാണ് ശിവാലിക്, അതാണ് ഏറ്റവും തെക്കുഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ തെക്കുഭാഗത്ത് ഡൂണുകൾ എന്നറിയപ്പെടുന്ന ദൈർഘ്യമേറിയ താഴ്വരകൾ കാണപ്പെടുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഡൂണുകൾക്ക് ഉദാഹരണമാണ് ജമ്മു ഡൂൺ, പത്താൻകോട്ട് ഡൂൺ എന്നിവ. അപ്പോൾ ഡൂണുകൾ എന്നാൽ ദൈർഘ്യമേറിയ താഴ്വരകളാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം. അപ്പോൾ ഓരോ പ്രദേശമായിട്ട് ഓർത്തിരിക്കുക. നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് പഠിക്കാം. ആദ്യത്തേത് കാശ്മീർ ആയിരുന്നു. ദെൻ ഇപ്പോൾ ഹിമാചലും ഉത്തരാഖണ്ഡും. ആ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന ഹിമാലയം, അവയുടെ പ്രത്യേകതകൾ. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിൽ കാണപ്പെടുന്നു. അതിരുകളാണ് പറഞ്ഞത്. രവി നദിക്കും കാളി നദിക്കും ഇടയിൽ കാണപ്പെടുന്നു. ഗംഗയുടെ പോഷക നദിയായ ഘാഗ്രയുടെ പോഷക നദിയാണ് ഈ കാളി എന്ന് പറയുന്നത്. സിന്ധു ഗംഗ നദീവ്യൂഹങ്ങൾ ഈ പ്രദേശത്ത് ധാരാളമായി കാണപ്പെടുന്നു. സിന്ധുവിൻ്റെ പോഷക നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നിവയും ഗംഗയുടെ പോഷക നദികളായ യമുന, ഘാഗ്ര എന്നിവയുമാണ് ഈ ഹിമാലയ ഭാഗത്തെ പ്രധാനപ്പെട്ട നദികൾ. അപ്പോൾ സിന്ധുവിൻ്റെ 2 പോഷക നദികളായിരുന്നു ചലവും ചിനാബും. അത് കാശ്മീർ ഹിമാലയത്തിലൂടെയാണ് ഒഴുകിയിരുന്നത്. എന്നാൽ മറ്റ് 3 പോഷക നദികൾ പ്രധാനമായിട്ടുണ്ട്. അതാണ് രവി, ബിയാസ്, സത്ലജ്. ഇത് 3ഉം ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലൂടെയാണ് ഒഴുകുന്നത്. മാത്രമല്ല ഗംഗയുടെ തെക്ക് ഭാഗത്തുള്ള പോഷക നദികളാണ് യമുനയും ഘാഗ്രയും. അതും ഈ ഭാഗത്തു കൂടെ ഒഴുകുന്നു എന്നോർത്തിരിക്കുക. ഇനി ഹിമാചൽ മലനിരകൾ പ്രാദേശികമായി ഹിമാചൽ പ്രദേശിൽ ദൗളാധാർ എന്നും ഉത്തരാഖണ്ഡിൽ നാഗതിബ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഈ മലനിരകൾ പ്രാദേശികമായിട്ട് മറ്റു പേരിലാണ് അറിയപ്പെടുന്നത്. ഹിമാചൽ പ്രദേശിൽ അത് ദൗളാധാർ എന്നും ഉത്തരാഖണ്ഡിൽ നാഗതിബ എന്നുമാണ് അറിയപ്പെടുന്നതെന്ന് ഓർത്തിരിക്കുക. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. സുഖവാസ കേന്ദ്രങ്ങളായ ധർമ്മശാല, മുസോറി, ഷിംല, കൗസാനി, അൽമോറ എന്നിവ ഇവിടെ കാണപ്പെടുന്നു. ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഡൂണുകളാണ് ചണ്ഡീഗഡ് കൽക്ക ഡൂൺ, നാലാഗഡ് ഡെറാഡൂൺ, ഹരിക്കെ ഡൂൺ, കോട്ട ഡൂൺ എന്നിവ. ഈ ഡൂണുകളിൽ ഏറ്റവും വലുത് ഡെറാഡൂൺ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും വലിയ ഡൂൺ ഏതാണ്? ഡെറാഡൂൺ ആണ്. ദെൻ ഗ്രേറ്റ് ഹിമാലയൻ താഴ്വരകളിൽ, ഗ്രേറ്റ് ഹിമാലയൻ താഴ്വര എന്ന് പറയുമ്പോൾ ഹിമാദ്രിയുടെ ഭാഗമാണ്. ഇതിൻ്റെ താഴ്വരകളിൽ വസിക്കുന്ന ഗോത്രവർഗക്കാരാണ് ഭോട്ടിയ എന്ന് പറയുന്നത്. ദെൻ പ്രസിദ്ധമായ പൂക്കളുടെ താഴ്വര വാലി ഓഫ് ഫ്ലവേഴ്സ്, ഗാംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരീനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളും ഈ ഹിമാലയ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡ്, ഹിമാലയ ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളാണ് പൂക്കളുടെ താഴ്വര, ഗാംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ഹേമകുണ്ട് സാഹിബ്. ഇതിൽ പൂക്കളുടെ താഴ്വര ഒരു പ്രസിദ്ധമായ ടൂറിസം കേന്ദ്രമാണ്. ബാക്കിയെല്ലാം തീർത്ഥാടന കേന്ദ്രങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും വലിയ ഡൂണാണ് ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഈ ഡെറാഡൂൺ ആണ്. സുഖവാസ കേന്ദ്രങ്ങളായ ധർമ്മശാല, മുസോറി, ഷിംല, കൗസാനി, അൽമോറ എന്നിവ ഇവിടെയാണ്. ഇവിടെയുള്ള താഴ്വരകളിൽ വസിക്കുന്ന ഗോത്രവർഗക്കാരാണ് ഭോട്ടിയ. 3ാമത്തെ ഹിമാലയത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഡാർജിലിംഗ്, സിക്കിം ഹിമാലയം. പടിഞ്ഞാറിനേക്കാൾ ഹിമാലയവും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയവുമാണ് ഈ ഭൂവിഭാഗത്തിൻ്റെ അതിരുകൾ. അപ്പോൾ പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയം, പടിഞ്ഞാറിനേക്കാൾ എന്നല്ല കേട്ടോ, പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയം. കാരണം
ഈ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇന്ത്യയുടെ അതിർത്തിയല്ല, ഹിമാലയം നേപ്പാൾ രാജ്യത്താണ് പ്രധാനമായിട്ടും ഉള്ളത്. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നത് ഡാർജിലിംഗിലും സിക്കിമിലുമാണ്. അതാണ് അതിരുകൾ പറയുമ്പോൾ കിഴക്ക് ഭൂട്ടാൻ ഹിമാലയവും പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയവുമാണ്. താരതമ്യേന വിസ്തൃതി വളരെ കുറവാണ്, കാരണം രണ്ട് ഭാഗത്തും രണ്ട് രാജ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ താരതമ്യേന വിസ്തൃതി കുറവാണ്. ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാണ് ഇവിടെ കാണപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് ടീസ്റ്റ നദി. കാഞ്ചൻജംഗ പോലുള്ള ഉയരമേറിയ കൊടുമുടികൾ ഇവിടെ കാണപ്പെടുന്നു. ലെപ്ച എന്ന ഗോത്ര വിഭാഗമാണ് കൂടുതലായും അധിവസിക്കുന്നത്. ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ലെപ്ച എന്ന ഗോത്ര വിഭാഗം. കാഞ്ചൻജംഗ കൊടുമുടി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ടീസ്റ്റ നദി ഇതിലൂടെയാണ് ഒഴുകുന്നത്. വിസ്തൃതി കുറവാണ്. എന്നാൽ ഉയരം കുറഞ്ഞ തെക്ക് ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ഡാർജിലിംഗ് ഭാഗത്തും നേപ്പാളികൾ, ബംഗാളികൾ തുടങ്ങിയ സമ്മിശ്ര ജനസംഖ്യയാണ് ഉള്ളത്. അതായത് സിക്കിം ഭാഗത്ത് കുറച്ച് ഉയരം കൂടുതലാണ് ഹിമാലയത്തിൽ, എന്നാൽ ഡാർജിലിംഗ് ഭാഗത്തേക്ക് വരുമ്പോൾ ഉയരം കുറവാണ്. അവിടെ എല്ലാ തരത്തിലുള്ള ആളുകളും മിക്സ് ചെയ്താണ് ജീവിക്കുന്നത്. എന്നാൽ ഉയരം കൂടിയ സിക്കിമിന്റെ ഭാഗത്ത് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഗോത്ര വിഭാഗമാണ് ലെപ്ച എന്ന് പറയുന്നത്. ധാരാളം തേയിലത്തോട്ടങ്ങൾ ഈ വിഭാഗങ്ങളിൽ കാണപ്പെടുന്നു. നമുക്കറിയാം തേയിലത്തോട്ടങ്ങൾ ധാരാളമുണ്ട് ഇവിടെ. ഹിമാലയത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ സിവാലിക് വിഭാഗം കാണപ്പെടുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഹിമാലയം മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന്. എന്നാൽ ഈ ഭാഗത്തെത്തുമ്പോൾ, അതായത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിന്റെ ഭാഗത്തെത്തുമ്പോൾ സിവാലിക് വിഭാഗം കാണപ്പെടുന്നില്ല. പകരം ദ്വാരസ്തരങ്ങൾ എന്ന ഒരു പ്രത്യേക ഭൂപ്രകൃതിയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഈ ഭൂവിഭാഗം വിവിധ തരം ഓർക്കിഡുകൾക്ക് പ്രസിദ്ധമാണെന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഓർക്കിഡുകൾ ധാരാളമായി ഇവിടെ കാണപ്പെടുന്നുണ്ട്. സിവാലിക് വിഭാഗത്തിന് പകരമുള്ളത് ദ്വാരസ്തരങ്ങളാണെന്നും ഓർത്തിരിക്കുക. തേയിലത്തോട്ടങ്ങൾ ധാരാളം കാണപ്പെടുന്നു. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് അരുണാചൽ ഹിമാലയം. ഭൂട്ടാൻ ഹിമാലയത്തിന് കിഴക്ക് മുതൽ ദിഫു ചുരം വരെ, അപ്പോൾ ഇടയ്ക്ക് ഭൂട്ടാൻ രാജ്യം വരുന്നു, ദെൻ അതിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് അരുണാചൽ പ്രദേശാണ്. ഭൂട്ടാൻ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അപ്പോൾ ആ ഭാഗത്ത് അതിരെന്ന് പറയുന്നത് ഭൂട്ടാൻ ഹിമാലയം കിഴക്കാണ്, ദിഫു ചുരമാണ് മറ്റു ഭാഗത്തുള്ളത്. വ്യാപിച്ചു കിടക്കുന്നു. കൺദു, നംച ബർവ എന്നിവയാണ് പ്രധാന കൊടുമുടികൾ. നംച ബർവ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള കൊടുമുടിയാണ് നംച ബർവ എന്ന് പറയുന്നത്. അതും ഓർത്തിരിക്കുക. വളരെ വേഗതയേറിയ നദികൾ. ഇവിടുത്തെ നദികൾക്കെല്ലാം വേഗത കൂടാൻ കാരണം വളരെ ഉയരത്തിൽ നിന്നാണ് ഹിമാലയത്തിൽ നിന്ന് നദികൾ സമതല പ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നത്. അതുകൊണ്ടാണ് നദികൾക്ക് വേഗത കൂടുതൽ എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. നദികൾ വടക്ക് നിന്നും തെക്കോട്ട് ഇവയെ മുറിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. ആഴമേറിയ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. ബ്രഹ്മപുത്ര നദി നംച ബർവ പർവ്വതത്തെ കീറി മുറിച്ചുകൊണ്ട് ആഴമേറിയ ഗിരികന്ധരത്തിലൂടെയാണ് ഒഴുകുന്നത്. അവിടെ വെച്ചൊരു യൂട്ടേൺ എടുത്തിട്ടാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് കടക്കുന്നതെന്നും ഓർത്തിരിക്കുക. അപ്പോൾ നംച ബർവ പർവ്വതത്തെ കീറി മുറിച്ചുകൊണ്ട് ആഴമേറിയ ഗിരികന്ധരത്തിലൂടെ ഒഴുകി ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് എത്തുന്നു. സുബാൻസിരി, ദിബാങ്, ദിഹാങ്, ലോഹിത് എന്നിവയാണ് ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട നദികൾ. ഇതെല്ലാം എന്തിൻ്റെ പോഷക നദികളാണെന്നും ഓർത്തിരിക്കുക. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ് സുബാൻസിരി, ദിബാങ്, ദിഹാങ്, ലോഹിത്. മോൺപ, ദഫ്ല, അബോർ, മിഷ്മി, നിഷി, നാഗ തുടങ്ങിയവ പ്രധാന ഗോത്ര സമൂഹങ്ങളാണ്. ഈ മോൺപ മുൻപ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മോൺപ, ദഫ്ല, അബോർ, മിഷ്മി, നിഷി, നാഗ എന്നിവ ഈ അരുണാചൽ ഹിമാലയത്തിലെ പ്രധാന ഗോത്ര സമൂഹങ്ങളാണ്. ഇവർ കൃഷി ചെയ്യുന്ന രീതിയാണ് ജുമ്മിങ് എന്ന് പറയുന്നത്. ജുമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലൊരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ കൃഷിക്ക് വേണ്ടി സ്ഥലം ഉണ്ടാക്കിയെടുക്കുന്നു, കുറേ നാൾ അവിടെ കൃഷി ചെയ്യുന്നു, പിന്നീട് മറ്റ് സ്ഥലങ്ങൾ തേടി പോകുന്നു, ഈ ഭാഗം തീയിട്ട് നശിപ്പിക്കുന്നു. അങ്ങനെയുള്ള രീതിയാണ് ജുമ്മിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജുമ്മിങ് കൃഷി രീതിയാണ് പിന്തുടരുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. അതായത് നമ്മുടെ താഴെയുള്ള സംസ്ഥാനങ്ങൾ നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം ഭാഗത്ത് വരുമ്പോഴാണ്
ഇവയുടെ ക്രമീകരണം ഈ ഭാഗത്ത്, അതായത് ഹിമാലയത്തിന്റെ ഇവിടെയുള്ള ക്രമീകരണം വടക്ക് തെക്ക് ദിശയിലാണ്. പട്കായ് ഭൂം, നാഗാ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ, മിസോ അല്ലെങ്കിൽ ലുഷായി കുന്നുകൾ എന്നിവ പ്രാദേശികമായി വ്യത്യസ്ത നാമങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. പട്കായ് ഭൂം നാഗാ കുന്നുകൾ നാഗാലാൻഡിൽ, മണിപ്പൂർ കുന്നുകൾ മണിപ്പൂരിൽ, മിസോ കുന്നുകൾ അല്ലെങ്കിൽ അവ ലുഷായി കുന്നുകൾ എന്നും അറിയപ്പെടുന്നു. ചോദിച്ചിട്ടുണ്ട്. ലുഷായി കുന്നുകൾ കാണപ്പെടുന്നത് മിസോറാമിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാദേശികമായ വ്യത്യസ്ത നാമങ്ങളിലാണ് ഇവർ അറിയപ്പെടുന്നത്. കൃഷിരീതി ജുമ്മിങ് തന്നെയാണ്. മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാനപ്പെട്ട ഒരു നദിയാണ് ബരക് എന്ന് പറയുന്നത്. മണിപ്പൂരിലെ പ്രശസ്തമായ തടാകമാണ് ലോക്തക് തടാകം, ചോദിച്ചിട്ടുള്ളതാണ്. മിസോറാം മൊളാസിസ് തടം എന്നും അറിയപ്പെടാറുണ്ട്. മ്യാൻമറിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് ഐരാവതി. ഈ ഐരാവതി നദിയുടെ പോഷക നദിയാണ് ബരക് എന്ന് പറയുന്നത്. ഈ ബരക് നദിയാണ് മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാനപ്പെട്ട നദിയായിട്ട് അറിയപ്പെടുന്നത്. ലോക്തക് തടാകം മണിപ്പൂരിലാണ്, മിസോറാമാണ് മൊളാസിസ് തടം എന്ന് അറിയപ്പെടുന്നത്. മ്യാൻമറിലെ പ്രധാനപ്പെട്ട നദിയാണ് ഐരാവതി നദി. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്കിതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക്